ഇതിൻ്റെ അകത്തൊക്കെ നിൽപ്പുണ്ട് ഗൈസ്. ഇതിൻ്റെ അത്യാവശ്യം നല്ല തടി നിൽപ്പുണ്ട് ഗൈസ്. വലിയ തടികൾ നിൽപ്പുണ്ട്, ഭയങ്കര വലിയ തടി. അത് പഴുത്തതാ? അത് ഗൈസ് കാണത്തില്ല. ഗൈസ് നോക്കൂ, പഴുത്ത് നിൽക്കുന്നത്. കുറച്ച് എന്താ പറയുക, പഴുത്തത് കൈ വെച്ചേട്ടെ ഗൈസ്. എന്നെ പറ്റിച്ച് ഗൈസ്. ഗൈസ് ഇത് കണ്ടോ, ഇങ്ങനെ എടുക്കണം, ഇങ്ങനെ എടുക്കണം ഗൈസ്. ഇങ്ങനെ എടുത്ത് ഉണ്ടോ പൊട്ടി. നമുക്ക് പെപ്സിയൊക്കെ തുറക്കുന്നതിൻ്റെ ഗൈസ് പാല ആണാണ് ഗൈസ്, പാല. മറ്റവളുണ്ട് ഗൈസ് ഇവിടെ. കുരുമുളകൊക്കെ ഉണ്ട്. കുരുമുളകൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നില്ലേ? ഒരു പാലയുടെയൊക്കെ സൈസ് നോക്ക്. അങ്ങോട്ട് പോകാം. ഗൈസ് ഞാൻ സംസാരിക്കുന്നത് കൊക്കോപ്പഴം കഴിക്കുവാണ് ഗൈസ്, അതാ. ഗൈസ് നിങ്ങൾ എന്തെങ്കിലും കണ്ടായിരുന്നു ഗൈസ്? ഗൈസ് ഞാനിപ്പോൾ കായും പഴത്തില്ല ഗൈസ്. നിങ്ങളുടെ സ്ഥലമൊക്കെ കാണാൻ പേരൊക്കെ നിൽക്കുന്നു ഗൈസ്. ഈ കോട്ടിലെ സാധനം പേരൊക്കെ ഉണ്ട്. പക്ഷേ റോയിച്ചാനാന്ന് നീ. ഗൈസ് ഈ കാട്ടിൽ മൊത്തം കാടാണ് ഗൈസ്. എന്ത് ചെയ്യാനാ എൻ്റെ അമ്മേ. മേലത്തെ ആ പാറ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗൈസ്. മേലോട്ടൊരു മലയാണ്. ഗൈസ് ഇതാണ് കൊച്ചു പാക്കുമരം.
ഗൈസ് ഇല്ല, അവിടെ ഇരുന്ന് ഏതോ ഒരുത്തൻ കരയുന്നുണ്ട് ഗൈസ്. അനുപേട്ടൻ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഒന്നുമില്ല പൊക്കോ. നമ്മുടെ അതിര് കണ്ട് ഗൈസ്. ലോ ആ ഈറ്റ് നിൽക്കുന്നിടം, അതായത് ആ മുളയൊക്കെ നിൽക്കുന്നിടം വരെ അങ്ങ് ആ മല കയറി ഇറങ്ങി കഴിഞ്ഞാൽ എറണാകുളം ആണെന്നാണ് പറയുന്നത് ഗൈസ്. ഞാനെന്തായാലും കയറി ഇറങ്ങിയിട്ട് അവിടെ ചോര ഛർദ്ദിച്ച് കിടക്കാം. ഓക്കെ ഗൈസ്, നിങ്ങൾ അവിടെ നിന്ന് വന്നതിനെ എടുത്തുകൊണ്ട് പോയാൽ മതി. ഇത് വല്ലാത്തൊരു കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ ഗൈസ്. ഇതെന്ത് തേങ്ങയാണിത്, എന്ത് മരമായത് ഗൈസ്? ചന്ദനമാണോ? വെള്ളച്ചന്ദനമാണോ? അത് ചുവന്ന ചന്ദനമാണോ? അവിടെ ആയിട്ടിങ്ങനെ നമുക്കവിടെ ഇങ്ങനെ കെട്ടി ഇതിൻ്റെ മേലെ നമുക്ക് ടെൻ്റ് അടിക്കാം ഗൈസ്. ഗൈസ് ഇതിൻ്റെ മേലെ അവതാർ ഷൂട്ട് ചെയ്തത്. ഓ മൈ ഗോഡ്, സർപ്രൈസ്. എൻ്റെ അമ്മേ ഗൈസ്, എൻ്റെ പിടി വിട്ടു ഗൈസ്. മല കയറി തുറ മുട്ടുന്നു ഗൈസ്. ഓ മൈ ഗോഡ് ഗൈസ്, വല്ല പാറ ഇടിക്കലും കയറേണ്ടി വരും ഗൈസ്. ഇവിടൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും കേട്ടോ. ഇതിലൊക്കെ വെള്ളം ഒഴിക്കും കേട്ടോ. വെള്ളം ഒഴുകി വെള്ളച്ചാട്ടമായിരിക്കും മഴ പെയ്യുമ്പോൾ. ഗൈസ് എൻ്റെ കാലം എന്തോ പിടിച്ച് ഗൈസ്, എനിക്ക് കയറാൻ പറ്റുന്നില്ല. ഓ ഏത് വഴിയാന്ന് ഗൈസ്? ഇത് കണ്ടോ, ഈ പറങ്കാവ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗൈസ്? പറങ്ങാണ്ട് കിട്ടുന്ന മാവാണ് പറങ്കാവ്. ആ മലക്കപ്പുറം മൂന്നാർ, ഈ മലക്കപ്പുറം മൂന്നാർ. അപ്പോൾ മൂന്നാർ ആ മലക്കപ്പുറം പറങ്ങാണ്ട് കിട്ടുന്നു ഗൈസ്. നമുക്ക് വർഷം കോടിക്കണക്കിന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ആകെ മാർഗം വാറ്റ് ഗൈസ്. ഇത് കണ്ടോ, കുഷ്ഠരോഗം പിടിച്ചൊരു ഇല, ഇതിൻ്റെ പേരാണ് ഉജാല ഗൈസ്. നമ്മൾ ഒരു ട്രക്കിങ് പോലാണ് പോകുന്നത്. റബ്ര, കവുങ്ങ്, ചീര, മൈസൂർ ചീര കായ്ച്ച് നിൽക്കുന്നു. അവിടെ എല്ലാം ഉണ്ട് കേട്ടോ. ഇതൊരു പ്രത്യേക വെറൈറ്റി സ്ഥലമാണ് കേട്ടോ. നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഈ കാടിനകത്ത് ഇത്രയും നല്ലൊരു സ്ഥലമുണ്ടെന്ന്. പക്ഷെ ഇവിടുത്തെ അത്യാവശ്യം മരങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം മരമല്ല കേട്ടോ ഗൈസ്. ഒരു എങ്ങനെ ഓരോരു കുറേ മരങ്ങളുണ്ട്, ഒരുപാട് മരങ്ങളുണ്ട്, വെറൈറ്റീസ് ആയിട്ടുള്ള മരങ്ങൾ. ഇവൻ ഈ കൊക്കോയും കൊണ്ട് എന്തിനാണ് പോകുന്നത്? ഇവന് ഒറ്റയ്ക്ക് നടക്കാൻ പറ്റും എന്നറിയാം. കൊക്കോ പിടിച്ചോണ്ട് പോകുന്നത് ഗൈസ്. ഇവനെ അടിക്കണ്ടേ ഗൈസ്? എൻ്റെ കൊക്കോ തായിറ നീ, എൻ്റെ അമ്മേ. ഞാൻ വീണില്ല ഗൈസ്, ഞാൻ അങ്ങനെ വീഴുന്ന കൂട്ടത്തിലല്ല ഗൈസ്. 25 ലക്ഷം രൂപ. 25 ലക്ഷം രൂപയെ തെല്ല് തുടങ്ങി ഗൈസ്. രാത്രി നടന്ന റബ്ബർ വെട്ടുന്ന കള്ളത്തര അവനെ കണ്ടറിയാം. രാത്രി ഇറങ്ങുന്ന പേര് ചോറിയാന്ന് നമുക്കറിയാം.
ഇതൊക്കെ ചെറിയ മരമല്ലേ? ഇതൊന്നും വെട്ടിയിട്ടില്ലല്ലോ ഇല്ലേ? ഒന്നും വെട്ടിയിട്ടില്ല. രാത്രി വെട്ടുന്നതില്ലേ? അതാ ഗൈസ്, കാട്ടാനെ നിൽക്കുന്നു ഗൈസ്. നമുക്ക് ആ വഴി പോകണ്ട. അവൻ്റെ ഒറ്റയാനെയാണ് കണ്ടോ ഗൈസ്. അവൻ ഈറ്റ കഴിക്കുവാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നമുക്ക് ഈ സൈഡിൽ കൂടെ തന്നെ മിണ്ടാതെ പോവാം ഗൈസ്. മോഗിളി കളിക്കാം. മോഗിളി ഷൂട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലമാട്ടോ. നമുക്ക് ഇങ്ങനെ വള്ളിയിലൊക്കെ തൂങ്ങി നടക്കാം. വാറ്റ നമുക്കിവിടെ നല്ല ചന്ദനമുട്ടിയിൽ വെച്ച് വാറ്റാം. ചന്ദനത്തിൻ്റെ ഇല ഉണ്ടായിരുന്നെങ്കിൽ അറിയാൻ പറ്റിയെന്നെ ചന്ദനം ഏതാണെന്ന്. ചന്ദനം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ സ്ഥലം അങ്ങ് മേടിച്ചേനെ ഗൈസ്. ഓരോ പാറയുണ്ട് ഗൈസ്. ഇങ്ങനെ നമ്മൾ ആരുടെയും ഒരു എങ്ങനെയാണ് പറയുന്നത്, ആരുടെയും അണ്ടറിലല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഓരോ പാറയിലും മലയിലും അവിടെ ഇവിടെയൊക്കെ കയറി ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഇവിടുന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കണം. അതായത് കപ്പയോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് നമ്മൾ കാന്താരിയൊക്കെ ഉടച്ച് കഴിച്ച് ഈ മലയിലും ആ മലയിലും ഒക്കെ കയറി പെരുക്കെ ടെൻ്റൊക്കെ അടിച്ച് അതൊക്കെ ഒരു ലൈഫാണ് ഗൈസ്. നിങ്ങൾ ജീവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കമ്പ്യൂട്ടർ ലോകത്താണ് ജീവിക്കുന്നത് ഗൈസ്. എനിക്ക് ബാത്റൂമിൽ പോകാൻ മുട്ടുന്നുണ്ട് ഗൈസ്. മാപ്പ് ഗൈസ്, എനിക്ക് ബാത്റൂമിൽ പോകാൻ മുട്ടുന്നത് ഗൈസ്. നിങ്ങൾ ബാത്റൂം എന്ന് 3 വട്ടം പറയുന്നു ഗൈസ്. എന്ത് തേങ്ങയായി പറയുന്നത് ഗൈസ്. എനിക്ക് വിശക്കുന്നു ഗൈസ്. ജോലി കിട്ടിയപ്പോഴേ ഫുഡൊക്കെ തന്നെ വെക്കുമോ? ആലൊക്കെ ഉണ്ട് ഗൈസ്. ഈ മരത്തിലൊക്കെ ഇങ്ങനെ വള്ളി പിടിച്ച്. മൈ ഗോഡ്, എന്ത് തേങ്ങയൊക്കെയാണ് ഞാനിപ്പോൾ വിളിക്കുന്നത്. വിശക്കുന്നുണ്ട് ഗൈസ്. ശരീരം വേർത്ത് ശരീരത്തിലെ കൊളസ്ട്രോൾ പോയിട്ട് ശരീരത്തിൽ ചോര വെളി വരാൻ തുടങ്ങി ഗൈസ്. നിങ്ങൾ ഇതൊക്കെ കാണുക ഗൈസ്. ഒരാളുടെ അധ്വാനം. ഗൈസ്, ഞാനിപ്പോൾ വീഴത്തില്ല ഗൈസ്. മിക്കവാറും താഴെ ചെല്ലത്തില്ല. അതിന് മുമ്പേ ഗൈസ്, ഈ ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് ആമസോണിൽ മാത്രം കണ്ടുവരുന്നൊരു തരം കാട്ടുതാമര. കാട്ടുതാമര ഒരുപാടുണ്ട് ഗൈസ്. നിങ്ങളിപ്പോൾ വിചാരിക്കും ഈ കാട്ടിൽ പാമ്പ് വല്ലതും കാണുമെന്ന്. ഗൈസ്, ഈ കാട്ടിൽ പാമ്പില്ല. ഞാൻ ഏതൊക്കെ കാട്ടിൽ കയറുന്ന ആ കാട്ടിലെ പാമ്പുകളെല്ലാം ഓടിപ്പോവും. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. അതെന്താ അങ്ങനെയെന്ന് എനിക്കറിയുന്നില്ല ഗൈസ്. ഇതൊരു മരം കണ്ടോ? ഇങ്ങനെ വളഞ്ഞ ആ മരത്തിൽ കൂടി ഇങ്ങനെ മറ്റേ അവതാറിൻ്റെ അകത്തും മറ്റേ എന്തിലൊക്കെ കാണാം. എന്തിട്ട് സെറ്റപ്പാ.
ഒരു പാറയുടെ ഇടുക്കിയിലൊക്കെയാണ് വഴി. നിങ്ങൾ ശ്രദ്ധിച്ചോ ഗൈസ്, അപ്പുറത്തൊക്കെ മരങ്ങളാണ്, ഓരോരോ മരങ്ങൾ. ഇങ്ങനെ തോടിൻ്റെ ഇപ്പുറത്തോട്ടേ ഉള്ളൂ. അപ്പുറേ ആ തോടാ കല്ലിൻ്റെ തൊട്ടപ്പുറത്തോടെയാണ് തോന്നുന്നത്. അങ്ങോട്ടേലേ പോകുന്നത്. ഇത്രയും വൃത്തിയായിട്ട് ഭംഗി. എന്ത് തണുപ്പാണ് ഇവിടെയൊക്കെ. അയ്യോ അയ്യോ ഉണ്ടോ? ചില കൊക്കോയിലൊക്കെ കായ ഉണ്ടാവുന്നതേ ഉള്ളൂ ഗൈസ്. ഉണ്ടോ? ഇതിനോ നല്ല പിടുത്തം പിടിക്കും. പോവാതെ പൂ വിരിയാൻ തുടങ്ങുമ്പോഴേ ഒരാഴ്ച കഴിയുമ്പോൾ അടിച്ചു കൊടുക്കാം. ഗൈസ് ഈ കൊക്കോയ്ക്ക് തുരിശടിച്ചു കൊടുക്കും ഗൈസ്. ഞാൻ ആ തുരിശാന്ന് തോന്നുന്നു ഗൈസ് കഴിച്ചത്. എനിക്ക് തുറാൻ മുട്ടുന്നു ഗൈസ്. പാമ്പ് കാണുമോ? പാമ്പുണ്ടോ ചേട്ടാ? പാമ്പ് പാമ്പുണ്ടോ? പാമ്പോ? പാമ്പുണ്ടെങ്കിലും ശല്യമൊന്നും ഉണ്ടെങ്കിലും ശല്യമൊന്നും. പാമ്പുണ്ട് ഗൈസ്, ഇവിടെ പാമ്പുണ്ട്. ഈ മരം കണ്ട ഗൈസ്, ഈ മരമൊക്കെ വെട്ടി വിറ്റ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ചന്ദനമാണ് ഗൈസ്. ഇതെല്ലാം ചന്ദനമാണ്. ഇവിടെ പാമ്പുണ്ട് ഗൈസ്, പക്ഷേ ശല്യമൊന്നുമില്ല എന്നാണ് പുള്ളി പറയുന്നത്. പുള്ളിയുടെ പറച്ചിലിൽ തന്നെ മനസ്സിലാവുന്നുണ്ട് പാമ്പ് പുള്ളിയുടെ ബന്ധുക്കാരങ്ങാണ്ടാണ്. ചെറിയൊരു പാമ്പ് ഇതെല്ലാം മഴ പെയ്യുമ്പോൾ വെള്ളച്ചാട്ടം ഉള്ളത് കേട്ടോ. ആ മേളിൽ കണ്ടില്ലേ, അതാ. വലിയ കട്ടിയൊന്നുമില്ല, പക്ഷേ കണ്ടോ എൻ്റെ കൈ ഗൈസ്, എൻ്റെ കൈ ചിലന്തി കടിച്ചു ഗൈസ്. ഞാൻ സ്പൈഡർമാൻ ആവൂ ഗൈസ്. ഇതാണ് ഗൈസ് ചന്ദനം. ഇത് ചന്ദനമാണോ അല്ലയോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്നാലും ഇതിൽ നിൽക്കുന്ന മരത്തിൻ്റെ ഒരു സൈസേ. ആ മരം കിഴിച്ച് അതിൻ്റെ അകത്തൊരു വീട് പണി. ചുമ്മാറാണ് ഗൈസ്, നിങ്ങൾ ഞാൻ പറയുന്നൊന്നും വലിയ കാര്യമായിട്ട് എടുക്കണ്ട. നമ്മൾ ഇതുവരെയല്ല പോയത് ഗൈസ്. ആണോ ഗൈസ്? അല്ല, നമ്മൾ ഇതുവരെയല്ല പോയത്. നമ്മൾ അപ്പുറത്തൂടെ പോയിട്ട് ഇപ്പുറത്തൂടെ വന്നു. നമ്മൾ കാട്ടിക്കിടപ്പോഴും നടക്കുമ്പോൾ ഇങ്ങനെ കരിയില അണക്കി നടക്കണം. അങ്ങനെ കരിയില അടി പാമ്പുണ്ടെങ്കിൽ പാമ്പ് പെട്ടെന്ന് നമ്മളെ കടിക്കും. ഓക്കെ, ഈ കൊക്കോയൊക്കെ എവിടെ കൊണ്ട് കൊടുക്കാൻ പറ്റും? ഇത് ഇവിടെ പുളിപ്പിച്ചാണോ ഉണങ്ങുന്നത്? പുളിപ്പിച്ചാണോ ഉണങ്ങുന്നത്? ഉണങ്ങി കൊടുക്കുമല്ലോ പുളിപ്പിച്ച്. മറ്റേ ഒരു 2-2.5 കിലോ ഉണ്ടെങ്കിൽ ഉണങ്ങി വരിക. എന്നാ ഉണ്ട് വില? 300 രൂപയോളം ഉണ്ട്. യെസ്, 2.5 കിലോ ഉണക്കി കഴിഞ്ഞാൽ 1 കിലോ കിട്ടും. 1 കിലോയ്ക്ക് 300 രൂപ. 1000 രൂപ മുകളിൽ വന്നാൽ ആ നമുക്ക് 1000 രൂപയ്ക്ക് മേളിൽ വരെ വന്നിട്ടുണ്ടല്ലോ. കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കും. അപ്പം നിങ്ങൾ കാര്യമാക്കണ്ട. ഇതിൻ്റെ പുതിയ വാച്ചാണ് ഗൈസ്. കണ്ടോ ഗൈസ്? ഗൈസ് പിടിച്ചൊക്കെ നടക്കണം ഗൈസ്, ഇല്ല തെന്നി വീഴും.
നീന്തണോ? കുറേ മതിയോ? ഉണക്കമീനോ പച്ചമീനോ? പച്ച പച്ചയാണെങ്കിലേ അത് വേസ്റ്റ് മതി. ഇത് കഴിയുമ്പോൾ ഭയങ്കര മണമല്ലേ. ആ റൂട്ടിൽ പിന്നെ അമ്മമാർ വരിക. ചക്കയൊക്കെ ഉണ്ട് കേട്ടോ. ചക്കയും മാങ്ങയും പാക്കും കുരുമുളകും കൊക്കോയും കാപ്പിയും അടങ്ങുന്ന ഒരു മലനിരയാണ് ഗായ്സ് ഇത്. ഈ ബാത്റൂം പണി സമയത്ത് നല്ലൊരു ഷെഡ് പണിയായിരുന്നു. ഓടൊക്കെ ഉണ്ട് ഗായ്സ് കേട്ടോ. പണിയാനുള്ള സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ട്.